തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്ക് تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. ഉമർ ബിൻ ഖത്താബിന്റെ മകനാണ് ഇബ്ൻ ഉമർ. ഇബ്ൻ ഉമറിന്റെ മകനാണ് സാലിം ഇബ്ൻ ഉമർ. ഒരിക്കൽ ഹിശാം ഇബ്ൻ അബ്ദുൽ മലിക് രാജാവ് കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ മതാഫിൽ തവാഫ് ചെയ്യുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞ 2 ചെരുപ്പും ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുമുണ്ട്. വസ്ത്രമാകട്ടെ 2 ദിർഹമിന് പോലും വിലയില്ലാത്തതുമാണ്. ആരുടെ? സാലിമിന്റെ പേരിട്ട് റളിയല്ലാഹു അൻഹു പറയുന്നു. ദാരമോനാ ഇബ്ൻ ഉമറിന്റെ. ഇബ്ൻ ഉമർ ആരാ? അഷ്ഹറു ഫുഖഹാഇ സ്വഹാബ, സ്വഹാബത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് സയ്യിദ്ന ഇബ്ൻ ഉമർ. ആൺകുട്ടിയാ. ആരാ ഇബ്ൻ ഉമർ റളിയല്ലാഹു അൻഹു? ബാപ്പയും മകനും ഇരിക്കുമ്പോൾ മുത്തുനബി ചോദ്യം ചോദിച്ചു. ബാപ്പാക്ക് കിട്ടിയില്ല, മകന് കിട്ടും പറഞ്ഞില്ല. ബാപ്പാക്ക് വിഷമല്ലേന്ന് വിചാരിച്ചിട്ട് പിന്നെ കഴിഞ്ഞപ്പോൾ ഒറ്റക്ക് പറഞ്ഞു, നബിയെ എനിക്കതിന് ഉത്തരം അറിയും. പിന്നെന്താ പറഞ്ഞ്? ബാപ്പ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ബാപ്പാക്ക് അറിയില്ല എന്ന് മനസ്സിലായി. അതാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇബ്നു ഉമറിന്റെ മകനാണ് റളിയല്ലാഹു അൻഹു. സാലിം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. സാലിം ഇബ്നു ഉമർ ഇബ്നു ഖത്താബ്. ഇബ്നു ഉമർ ഇബ്നു ഖത്താബ് മനസ്സിലായില്ലേ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഇബ്നു ഉമർ തങ്ങളുടെ മകനായ സാലിം പൊട്ടിപ്പൊളിഞ്ഞ 2 ചെരുപ്പുകൾ പലയിടത്തും പൊട്ടിയിട്ടുണ്ട്. അത് ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മതാഫിൽ ചുറ്റുകയാണ് തവാഫ് ചെയ്യുകയാ. വസ്ത്രമാകട്ടെ ആ വസ്ത്രമാകൽ മക്കങ്ങാടിയിൽ 2 ദിർഹമിന് പോലും വിലയില്ലാത്തതുമാണ്. അത്രയും മോശപ്പെട്ട വസ്ത്രം ധരിച്ചു. അപ്പോൾ ഹിശാം രാജാവ്, ഹിശാമിന്റെ ഒരു ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മല്ലേ? മറക്കരുത്. ഇനി പറയില്ല, ഞാൻ ചരിത്രം പറയില്ല. ഇത് 2ാമത്തെ ചരിത്രം. വലിയ രാജാവാ, വലിയ കോടിപതിയാ. ഓ ആരാ അങ്ങക്ക് അറിയൂലേ? 11 മക്കൾക്കും വീതം വെച്ചത് സ്വർണ്ണ നാണയങ്ങൾ. ഓരോ മില്യൺ, 1 മില്യൺ, ഒരാൾക്കൊരു മില്യൺ. 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണ്. 10 ലക്ഷം സ്വർണ്ണ നാണയങ്ങളാണ് ഓരോ മക്കൾക്കും. എത്ര മക്കളുണ്ടായിരുന്നു? 11. അതാ ഹിശാം. അപ്പൊ ഹിശാം ഇബ്നു ഉമറിനെ കണ്ടപ്പോൾ വിഷമം തോന്നി. അപ്പൊ രാജാവ് ചോദിച്ചു, യാ സാലിം അലക ഹാജ, നിനക്ക് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എടാ നിനക്ക് ലജ്ജല്ലേ എന്നോടത് പറയാൻ? അള്ളാന്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ അരികിൽ വെച്ച് ഞാൻ എന്നോട് പറയേ, എൻ്റെ റബ്ബിനോട് പറയേണ്ട നേരത്തെ ഇത് പറയോ? രാജാവിനോട് കൊല്ലാനും കുഴിച്ചിടാനും കഷ്ണാക്കാനും അധികാരമുള്ളവരാ ഓര്. കൊന്നോരാണോ ഒരു കൊന്നിന് കയ്യും കണക്കില്ല അമവികൾ. മനസ്സിലായില്ലേ എന്തേ പറഞ്ഞത്? അല്ല കാജ എനിക്ക് എന്തിനു ആവശ്യമുണ്ടോ ചോദിച്ചു. മതസ്ഥഴി എനിക്ക് ലജ്ജല്ലേ എന്നോട് അള്ളാന്റെ വീട്ടിൽ വെച്ച് നിനക്ക് എന്തിനു ആവശ്യമുണ്ടോന്ന് ചോദിക്കാൻ? എന്നോട് അവിടെ ആവശ്യം പറയണ്ടേ? അപ്പോൾ ഒരു തരം എന്താ പറയാ, ഒരു ലജ്ജ വന്നു. ആർക്ക്? രാജാവിന്. രാജാവ് മെല്ലെ മാറി ആളുകളോട് പറഞ്ഞു, സാലിം എങ്ങോട്ടാ പോണെന്ന് നോക്കിക്കളയുന്നു. ഇയാൾക്ക് സാലിമിനെ കൊടുക്കണം. ഖത്താബിന്റെ പേരക്കുട്ടിയ, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പട്ടാളക്കാരെ നോക്കി സാലിം തവാഫൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെ മത്താഫിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തേക്ക് ചാടി. മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്തേക്ക് ചാടിയപ്പോൾ ആരോ
പട്ടാളക്കാർ വന്ന് ഹിഷാമിനോട് പറഞ്ഞു പുറത്തുണ്ട്. ആ പെട്ടെന്ന് ചെന്നു, മുന്നിൽ ചെന്ന് തടഞ്ഞു. സാലിം, ഞാനോ ദൂന മസ്ജിദുൽ ഹറാം, നമ്മൾ മസ്ജിദുൽ ഹറാമിൻ്റെ പുറത്താണ്, അപ്പുറത്താണ്. അല്ല ഹാജ, നിങ്ങൾക്ക് ആവശ്യം ചോദിച്ചു. അപ്പോൾ ചോദിച്ചു മിൻ ഉമൂരി ദുനിയ വ മിൻ ഉമൂരിൽ ആഖിറ, ആഖിറത്തിന്റെ ആവശ്യമോ ദുനിയാവിന്റെ ആവശ്യമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആഖിറത്തിന്റെ ആവശ്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ദുനിയാവിൻ്റെ ആവശ്യമാണ് ഞാൻ ചോദിച്ചത്. ഉമൂറു ദുനിയ ലാ അസ്അലു മാലിക ദുനിയ ഫകൈഫ അൻത. ദുനിയാവിൻ്റെ കാര്യം ഞാൻ ദുനിയാവിൻ്റെ ഉടമക്കാരോട് ചോദിക്കില്ല, പിന്നെന്തോ എനിക്ക് ചോദിക്കാനുള്ളത് ആഖിറാണ്, അതിന് എന്നോട് പറ്റൂല. വണ്ടി വിട്ടോ. ഇതാണ് ആൺകുട്ടി. എന്തുകൊണ്ട്? വഅലാ റബ്ബിഹിം, അവർക്കൊന്നും ആവശ്യമില്ല. എങ്ങനെയുണ്ട്? മനസ്സിലായില്ലേ? മസ്ജിദുൽ ഹറാമിന്റെ പുറത്തേക്ക് വന്നപ്പോൾ പട്ടാളക്കാർ വന്ന് തടഞ്ഞ്. രാജാവ് ഓടി വന്നു. സലിമേ, ഇപ്പൊ നമ്മൾ മസ്ജിദുൽ ഹറാമിന്റെ പുറത്താണ്, കഅബന്റെ അടുത്തല്ല. അല്ല ഹാജ. അപ്പോൾ പറഞ്ഞു ഹാജത്തോ, ഹാജത്തുണ്ട്. മിൻ ഉമൂരി ദുനിയ വ മിൻ ഉമൂരിൽ ആഖിറ. എന്താ ഇത് ചോദിച്ച ആവശ്യം? ദുനിയാവിന്റെ കാര്യം ആഖിറത്തിന്റെ കാര്യം? ഇല്ല, ആഖിറത്തിന്റെ കാര്യം എന്നോട് ചോദിച്ചൊരു കാര്യമില്ല, ദുനിയാവിന്റെ കാര്യം. അമ്മാ ഉമൂറു ദുനിയ ഫലാ അസ്അലു മാലിക ദുനിയ ഫകൈഫ അൻത. ദുനിയാവിന്റെ കാര്യം ഞാൻ ദുനിയാവിന്റെ ഉടമക്കാരനോട് ഇക്കാലം വരെ ചോദിച്ചിട്ടില്ല. എനിക്കൊന്ന് അങ്ങനെ തരണം, ഇങ്ങനെ തരണം, ഇക്കാലം വരെ ഇന്റെ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ദുനിയാവിന്റെ കാര്യം. പിന്നെ എനിക്ക് ആകെ ആവശ്യം അതിനെ എന്നോട് പറ്റൂല, ഇതെന്നെ പറഞ്ഞാൽ പറ്റൂല. വണ്ടി വിട്ടോ, എനിക്ക് ആവശ്യമല്ല. എങ്ങനെയുണ്ട്? കയ്യിലുള്ള എന്താ? മര്യാദക്കൊരു ചെരുപ്പില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. എന്താ സംഭവം ഖനാഅത്താണ്. ഖനാഅത്ത് എന്നാൽ ഉള്ളത് കൊണ്ട് തൃപ്തര, ഒന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല.